Hello students. In the previous class, we have discussed about the arterial system in Calotus. Today, we are going to discuss about the venous system. So, കലോട്ടസിന്റെ ശരീരത്തിന്റെ പല ഭാഗത്ത് നിന്നും ഡീഓക്സിജനേറ്റഡ് അഥവാ വീനസ് ബ്ലഡിനെ ഹാർട്ടിലോട്ട് എത്തിക്കുക എന്ന ഫംഗ്ഷനാണ് വീനസ് സിസ്റ്റം ചെയ്യുന്നത്, അല്ലെങ്കിൽ വീനസ് സിസ്റ്റത്തിനകത്തുള്ള വെയിൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീനസ് സിസ്റ്റം തന്നെ 3 മേജർ ആയിട്ടുള്ള ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും പൾമിനറി, സിസ്റ്റമിക് ആൻഡ് പോർട്ടൽ സിസ്റ്റം. അങ്ങനെ 3 ഡിവിഷനായിട്ടാണ് വീനസ് സിസ്റ്റത്തെ വേർതിരിച്ചിട്ടുള്ളത്. അതിൽ പൾമിനറി സിസ്റ്റം പേരിൽ തന്നെയുണ്ട്. പൾമിനറി മീൻസ് സംതിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ലങ്സ്, അല്ലേ? അപ്പൊ പൾമിനറി സിസ്റ്റം എന്ന് പറയുന്നത് അതിൽ മാത്രം ഒരു ചെറിയ വ്യത്യാസമുള്ള എന്താ പറഞ്ഞാൽ പൾമിനറി വെയിൻ ക്യാരി ചെയ്യുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിൽ നിന്നും ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സിസ്റ്റമാണ് പൾമിനറി വെയിൻ അഥവാ പൾമിനറി സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഡിവിഷനായി പൾമിനറി സിസ്റ്റം. പൾമിനറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ പൾമിനറി വെയിൻ വിച്ച് ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ലങ്സ് ടു ലെഫ്റ്റ് ഓറിക്കിൾ. ഓക്കെ, അപ്പോൾ ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഫംഗ്ഷനാണ് പൾമിനറി സിസ്റ്റം ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് പോർട്ടൽ സിസ്റ്റം ആണ്. പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് വീനസ് ബ്ലഡിനെ അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ അല്ലെങ്കിൽ അശുദ്ധ രക്തത്തെ ടെയിലിൽ നിന്നും, വാലിന്റെ ഭാഗത്തിൽ നിന്നും, അതുപോലെ തന്നെ ഹൈൻഡ് ലിംസിൽ നിന്നും, പിൻകാലുകളുടെ ഭാഗത്ത് നിന്നും കിഡ്നിയിലോട്ടും അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്ന് അശുദ്ധ രക്തത്തെ ലിവറിലോട്ടും എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് പോർട്ടൽ സിസ്റ്റം. ആദ്യത്തെ ഡിവിഷനെ കുറിച്ച് പറഞ്ഞു, പൾമിനറി സിസ്റ്റം എന്ന് പറഞ്ഞു. ലങ്സിലുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലെഫ്റ്റ് ഓറിക്കിളിൽ എത്തിക്കുന്ന സിസ്റ്റം ആണ് പറഞ്ഞു. രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് പോർട്ടൽ സിസ്റ്റം ആയിരുന്നു. പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് വാലിലുള്ളതും പിൻകാലുകളിലുള്ളതുമായിട്ടുള്ള അശുദ്ധ രക്തത്തെ അല്ലെങ്കിൽ വീനസ് ബ്ലഡിനെ കിഡ്നിയിലോട്ടും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് കാണുന്ന അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ കോമ്പോണൻസിന് അകത്ത് കാണുന്ന വീനസ് ബ്ലഡിനെ ലിവറിലോട്ടും എത്തിച്ചു കൊടുക്കുന്ന സിസ്റ്റമാണ് പോർട്ടൽ സിസ്റ്റം. അപ്പൊ ഇനി ഒരു സിസ്റ്റം കൂടി ബാക്കിയുണ്ട്, ദാറ്റ് ഈസ് സിസ്റ്റമിക് സിസ്റ്റം. സിസ്റ്റമിക് സിസ്റ്റം എന്ന് പറയുന്നത് വീനസ് ബ്ലഡിനെ ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും, വിവിധ ഭാഗങ്ങളിൽ നിന്നും സൈനസ് വിനോസസ് എന്ന് പറയുന്ന പാർട്ടിലോട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ സൈനസ് വിനോസസ് എന്താണെന്ന് നിങ്ങൾ ഹാർട്ടിന്റെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ സൈനസ് വിനോസസിലോട്ട് വീനസ് ബ്ലഡിനെ അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചു കൊടുക്കുന്ന സിസ്റ്റത്തിനെയാണ് സിസ്റ്റമിക് സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾ അതിൽ പോസ്റ്റ് കാവ, പ്രീ കാവ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിരുന്നു. ആ പ്രീ കേവയും പോസ്റ്റ് കാവയും ഒക്കെ വരുന്ന സിസ്റ്റമാണ് സിസ്റ്റമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രീ കേവൽ വെയിൻസ് ആന്റീരിയർ പാർട്ടിൽ നിന്ന് വീനസ് ബ്ലഡിനെ സൈനസ് വിനോസസിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ പോസ്റ്റ് കേവൽ വെയിൻ പോസ്റ്റീരിയർ പാർട്ടിൽ നിന്ന് വീനസ് ബ്ലഡിനെ സൈനസ് വിനോസസിലേക്ക് എത്തിക്കുന്നു. സോ അത്തരം കാര്യങ്ങളാണ് ഇത് ജനറൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി സിസ്റ്റം നമ്മൾ നോക്കുമ്പോൾ സ്ട്രക്ചർ വെച്ചിട്ടാണ് പറയുക. സോ യു ഹാവ് ടു ഫോളോ ദാറ്റ്. ആ ഒരു സ്ട്രക്ചറിനെ തന്നെ ഫോളോ ചെയ്യുക, ആ സ്ട്രക്ചറിലുള്ള പാർട്സിനെ ഫോളോ ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ജനറൽ ആയിട്ട് നിങ്ങൾ ഓർക്കുക. വീനസ് സിസ്റ്റം എന്ന് പറയുന്നത് 3 മേജർ ഡിവിഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ സിസ്റ്റം എന്ന് പറയുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് പൾമിനറി സിസ്റ്റം ആയിരുന്നു. രണ്ടാമത്തെ എന്ന് പറയുന്നത് സിസ്റ്റമിക് ആയിരുന്നു അല്ലെങ്കിൽ പോർട്ടൽ സിസ്റ്റം ആയിരുന്നു. മൂന്നാമത്തെ സിസ്റ്റമിക് സിസ്റ്റം ആയിരുന്നു. അപ്പൊ ഈ 3 സിസ്റ്റം ഏതൊക്കെ സ്ഥലത്തിൽ നിന്ന് ഏതൊക്കെ തരം ബ്ലഡിനെ ഹാർട്ടിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. പിന്നെ വീനസ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ശരീരത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ബ്ലഡിനെ ഹാർട്ടിലോട്ട് എത്തിക്കുന്നതായിട്ടാണ് കാണുക. ഇനി ആർട്ടീരിയൽ സിസ്റ്റത്തിൽ നിങ്ങൾ കണ്ടിരുന്നത് ഹൃദയത്തിലുള്ള ബ്ലഡിനെ ശരീരത്തിന്റെ പല ഭാഗത്തോട്ടും കൊടുക്കുന്നതായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ റിസീവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സോ നമുക്ക് 1 by 1 ആയിട്ട് സ്ട്രക്ചർ വെച്ചിട്ട് തന്നെ അതിനെക്കുറിച്ച് നോക്കാം. ഓക്കെ, ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദി വീനസ് സിസ്റ്റം ഇൻ കലോട്ടസ്. അപ്പൊ ആദ്യം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയാം.
പൾമിനറി സിസ്റ്റം. പൾമിനറി സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പൾമിനറി സിസ്റ്റം എന്ന് പറയുമ്പോൾ ലുക്ക് അറ്റ് ഹിയർ, ഞാൻ മാർക്ക് ചെയ്യുന്ന സ്ഥലം നോക്കിയോളൂ. ദിസ് ഈസ് ദ പാർട്ട്. ഓക്കെ, സി ഇപ്പൊ റെഡ് കളറിൽ മാർക്ക് ചെയ്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ഇപ്പൊ കലോട്ടസിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ കലോട്ടസിന് 2 ലെങ്സ് ഉണ്ട്. ആ 2 ലെങ്സിൽ നിന്നും 2 സൈഡിലുള്ള 2 ലെങ്സിൽ നിന്നും ബ്ലഡ് പൾമിനറി വെയിൻ കളക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് റഫ് ആയിട്ടൊന്ന് കാണിക്കാം. കൺസിഡർ ദിസ് ആസ് എ ലെങ്ത്. ലെഫ്റ്റ് സൈഡിലുള്ള ലെങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ റൈറ്റ് സൈഡിലും ലെങ്സ് ഉണ്ട്. അപ്പോൾ ആ ലെങ്സിൽ നിന്ന് ബ്ലഡിനെ, ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ പൾമിനറി വെയിൻ കളക്ട് ചെയ്യുന്നു. ദിസ് ഈസ് എ പൾമിനറി വെയിൻ. ഓക്കെ, ദിസ് ഈസ് എ പൾമിനറി വെയിൻ, ലെഫ്റ്റ് പൾമിനറി വെയിൻ, ആൻഡ് ദിസ് ഈസ് എ റൈറ്റ് പൾമിനറി വെയിൻ. അപ്പോൾ ലെഫ്റ്റ് പൾമിനറി വെയിനും റൈറ്റ് പൾമിനറി വെയിനും കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു കോമൺ പൾമിനറി വെയിൻ ആയിട്ട് മാറുന്നു ബിഫോർ ഇറ്റ് ഓപ്പൺസ് ഇൻ ടു ദി ലെഫ്റ്റ് ഓറിക്കിൾ. ലെഫ്റ്റ് ഓറിക്കിളിനകത്തോട്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പൾമിനറി വെയിൻ ജോയിൻസ് ടു ഫോം എ കോമൺ പൾമിനറി വെയിൻ. അപ്പോൾ ആദ്യത്തെ പൾമിനറി സിസ്റ്റം ഈസ് ക്ലിയർ. അപ്പൊ 2 ലെങ്സിൽ നിന്നും, ശരീരത്തിന്റെ 2 ഭാഗത്തുള്ള 2 ലെങ്സിൽ നിന്നും ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ഹാർട്ടിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഭാഗത്തേക്ക്, ലെഫ്റ്റ് ഓറിക്കിൾ ഭാഗത്തോട്ട് എത്തിച്ചു കൊടുക്കുന്ന ഫംഗ്ഷനാണ് പൾമിനറി വെയിൻസ് ചെയ്യുന്നത്. ആ പൾമിനറി വെയിൻസ് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു കോമൺ പൾമിനറി വെയിൻ ആയി മാറിയിട്ടാണ് റൈറ്റ് ഓറിക്കിളിലോട്ട്, ലെഫ്റ്റ് ഓറിക്കിളിലോട്ട് തുറക്കുന്നത്. റൈറ്റ് അല്ല, ലെഫ്റ്റ് ഓറിക്കിളിലോട്ട് തുറക്കുന്നത്. ദിസ് ഇസ് എ ലെഫ്റ്റ് ഓറിക്കിൾ. ഓക്കെ, ഇനി നമുക്ക് സിസ്റ്റമിക് സിസ്റ്റത്തെ കുറിച്ച് നോക്കാം. സിസ്റ്റമിക് സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞു. സിസ്റ്റമിക് സിസ്റ്റം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 3 വെയിനാണ് സിസ്റ്റമിക് സിസ്റ്റത്തിലുള്ളത്. അത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ദിസ് ഈസ് എ റൈറ്റ് പ്രീകേവൽ, ദിസ് ഈസ് എ ലെഫ്റ്റ് പ്രീകേവൽ. ഇതിന് രണ്ടും പ്രീകേവൽ എന്നാണ് പേര്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ സിംഗിൾ പോസ്റ്റ് കേവൽ. ഈ 3 വെയിനുകൾ ചേർന്നിട്ടാണ് സിസ്റ്റമിക് സിസ്റ്റം ഉണ്ടാവുന്നത്. അപ്പോൾ 3 വെയിനിന്റെ പ്രത്യേകത എന്താ നിങ്ങൾക്കറിയാം. ഇപ്പൊ ഇവിടെ റൈറ്റ് പ്രീകേവൽ വെയിൻ ഉണ്ട്. ദിസ് ഈസ് റൈറ്റ് പ്രീകേവൽ, നേരത്തെ പറഞ്ഞു. ദിസ് ഈസ് ദ ലെഫ്റ്റ് പ്രീകേവൽ അല്ലേ. അപ്പൊ അത് ഓർത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതെല്ലാം ജോയിൻ ചെയ്യുന്നത് റൈറ്റ് ഓറിക്കിളിലേക്കല്ല, റൈറ്റ് ഓറിക്കിളിന്റെ പുറകിലോട്ടായിട്ട് വേറൊരു പാർട്ട് കൂടി ഉണ്ട്, സൈനസ് വിനോസസ്. സൈനസ് വിനോസസിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഈ ഒരു വ്യൂവിൽ നമുക്ക് സൈനസ് വിനോസസ് കാണാൻ കഴിയില്ല. ഒരു ഡോർസൽ വ്യൂവിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലാണ് സൈനസ് വിനോസസ് കാണാൻ കഴിയുക. ഈ 3 വെയിനും ഓപ്പൺ ചെയ്യുന്നത് സൈനസ് വിനോസസിലേക്കാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ ആന്റീരിയർ പാർട്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന്, കലോട്ടസിന്റെ ഈ ഫ്രണ്ട് സൈഡിലുള്ള ഭാഗത്ത് ആന്റീരിയർ പാർട്ട് എന്ന് നമുക്ക് പറയാം. ആന്റീരിയർ പാർട്ടിൽ നിന്ന് ബ്ലഡ് റൈറ്റും ലെഫ്റ്റും പ്രീകേവൽ വെയിനിലൂടെ സൈനസ് വിനോസസിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ പോസ്റ്റീരിയർ പാർട്ട്, ദിസ് ഈസ് ദ പോസ്റ്റീരിയർ പാർട്ട്, ഇത് കലോട്ടസിന്റെ പോസ്റ്റീരിയർ പാർട്ട്. ഈ പോസ്റ്റീരിയർ പാർട്ടിലുള്ള ബ്ലഡ് പോസ്റ്റ് കേവലിലൂടെ സൈനസ് വിനോസസിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ആന്റീരിയർ പാർട്ടിലുള്ള ഡി ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സൈനസ് വിനോസസിലൂടെ ഹൃദയത്തിൽ എത്തുന്നത് പ്രീകേവൽസിലൂടെയാണ്, റൈറ്റ് പ്രീകേവലിലൂടെയും ലെഫ്റ്റ് പ്രീകേവലിലൂടെയും. പോസ്റ്റീരിയർ പാർട്ടിലുള്ള ഡിഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സൈനസ് വിനോസസിലേക്ക് എത്തുന്നത് പോസ്റ്റ് കേവലിലൂടെയാണ്. അപ്പൊ പ്രീകേവൽ, പോസ്റ്റ് കേവലിന്റെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി. ആൻഡ് ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി സിസ്റ്റമിക് സിസ്റ്റം. ഇനി ഓരോ പ്രീകേവൽ വെയിനും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഓരോ പ്രീകേവൽ വെയിനും 3 വെയിൻസിന്റെ ഒരു യൂണിയൻ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഉണ്ടായിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ 3 വെയിൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു എക്സ്റ്റേണൽ ജുഗുലാർ വെയിൻ, സി ദിസ് ഇസ് എക്സ്റ്റേണൽ ജുഗുലാർ വെയിൻ. ഒരു ഇന്റേണൽ ജുഗുലാർ വെയിൻ, സി ദിസ് ഇസ് എ ഇന്റേണൽ ജുഗുലാർ വെയിൻ. ആൻഡ് എ സബ് ക്ലേവിയൻ വെയിൻ. ഓക്കെ, ഇതിൽ എക്സ്റ്റേണൽ ജുഗുലാർ വെയിനും ഇന്റേണൽ ജുഗുലാർ വെയിനും രണ്ടും ഹെഡിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്, തലയുടെ ഭാഗത്തു നിന്ന് വരുന്നതാണ് എക്സ്റ്റേണലും ഇന്റേണൽ ജുഗുലാർ വെയിൻസ്. സബ് ക്ലേവിയൻ ആവട്ടെ ഫോർ ലിംബിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മറുവശത്തും കാണാൻ കഴിയും റൈറ്റ്
പ്രീക്കേവയുടെ ഭാഗത്ത് നിങ്ങൾക്ക് അതുപോലെ തന്നെ എക്സ്റ്റേണൽ ജുഗുലാർ കാണാം, ഇന്റേണൽ ജുഗുലാർ കാണാം, അതുപോലെ സബ് ക്ലേവിയൻ കാണാം. അപ്പോൾ എക്സ്റ്റേണൽ ജുഗുലാർ വെയിൻ, ഇന്റേണൽ ജുഗുലാർ വെയിൻ ഹെഡ് റീജിയനിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നു. അതുപോലെ സബ് ക്ലേവിയൻ വെയിൻ ഫോർ ലിംബിന്റെ ഭാഗത്ത് നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നു. ഇത് മൂന്നും ചേർന്ന് കഴിഞ്ഞാൽ പ്രീ കേബിൾസ് ആവുന്നു. ഈ പ്രീ കേബിൾസ് അപ്പോൾ ആന്റീരിയർ സൈഡിലെ ഹെഡ് അതുപോലെ തന്നെ ഫോർ ലിംബ് ഭാഗത്തു നിന്നുള്ള ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ സൈനസ് വെനോസസിലേക്ക് എത്തിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിന് പുറമേ ഒരു പ്രത്യേക വെയിൻ കൂടെ റൈറ്റ് പ്രീ കേവലിൽ അറ്റാച്ച് ചെയ്ത് കാണുന്നുണ്ട്. 3 എണ്ണം അല്ല, അവിടെ റൈറ്റ് പ്രീ കേവലിന്റെ കേസിൽ 4 വെയിൻ ഉണ്ട്. ആ വെയിനിന്റെ പേരാണ്, 4ാമത്തെ വെയിനിന്റെ പേരാണ് എസൈഗസ്. എസൈഗസ് വെയിൻ എന്ന് പറയുന്നത് ത്രോട്ട് റീജിയന്റെ ഭാഗത്തു നിന്നായിട്ട്, ത്രോട്ടിന്റെ കുറച്ച് താഴെയുള്ള റീജിയനിൽ നിന്നായിട്ട്, ത്രോട്ടിന്റെ വെൻട്രൽ സൈഡിലുള്ള റീജിയനിൽ നിന്നായിട്ട് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ പ്രീ കേവൽ വഴി ഹാർട്ടിലോട്ട് എത്തിക്കുന്നുണ്ട്. ദിസ് ഈസ് എ എസൈഗസ് വെയിൻ വിച്ച് ഇസ് ഓൺലി സീൻ ഇൻ ദി റൈറ്റ് ഹാഫ് ഓർ റൈറ്റ് പ്രീ കേവലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രം കാണുന്നത്. ലെഫ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് അത് കാണാൻ കഴിയില്ല, റൈറ്റ് സൈഡിൽ മാത്രം കാണാൻ കഴിയുന്ന എസൈഗസ് വെയിൻ. ഓക്കെ, ഇനി നമ്മുടെ പോസ്റ്റ് കേവൽ വെയിൻ എന്താന്ന് നോക്കാം. പോസ്റ്റ് കേവൽ വെയിൻ യൂഷ്വലി ക്യാരീസ് ബ്ലഡ് ഫ്രം കിഡ്നി ആൻഡ് ലിവർ. സി, ഇതിനെ നമ്മളൊന്ന് ട്രേസ് ബാക്ക് ചെയ്ത് നോക്കും. അത് എവിടെ നിന്നാണ് വരുന്നത് നോക്കി പുറകിലോട്ട് പോവാണ്. സോ വി ആർ ഗോയിങ് ഡൗൺ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഒന്ന് ലിവറിന്ന് വരുന്നതായിട്ട് കാണാം, ഒരു കണക്ഷൻ കാണാം. പിന്നെ താഴോട്ട് പോവുകയാണെങ്കിൽ സി ഇറ്റ് ഇസ് ഗോയിങ് ഡൗൺ, ഇറ്റ് ഗോസ് ടു കിഡ്നി. ദിസ് ഈസ് കിഡ്നി. കിഡ്നിയിലോട്ടും അതുപോലെ ലിവറിലോട്ടും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? പോസ്റ്റ് കേവൽ വെയിൻ എന്ന് പറയുന്നത് ബ്ലഡ് കൊണ്ടുവരുന്നത് കിഡ്നിയിൽ നിന്നും ലിവറിൽ നിന്നുമാണ്. കിഡ്നിയിൽ നിന്നും ലിവറിൽ നിന്നുമുള്ള അശുദ്ധ രക്തത്തെ ഹാർട്ടിലോട്ട് എത്തിക്കുന്നത് പോസ്റ്റ് കേവൽ വെയിൻ ആണ്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അതുപോലെ കിഡ്നി നിങ്ങൾ നോക്കുകയാണെങ്കിൽ കിഡ്നിയിൽ തന്നെ കിഡ്നിയുടെ എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് പോസ്റ്റ് കേവൽ വെയിൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഒരു റൈറ്റ് റീനൽ വെയിൻ ആയിട്ടും, ദിസ് ഇസ് എ റൈറ്റ് റീനൽ വെയിൻ, ആൻഡ് ഒരു ലെഫ്റ്റ് റീനൽ വെയിൻ ആയിട്ടും. ഓക്കെ, 2 റീനൽ വെയിൻ ആയിട്ട് കാണാം. ഇനി ഓരോ കിഡ്നിയിൽ എത്തുമ്പോഴും റീനൽ വെയിൻ എന്താവും എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഫറൻറ്റ് റീനൽ വെയിൻസ് ആയിട്ട് മാറുന്നതായിട്ടും കാണാം. ഇഫറൻറ്റ് റീനൽസ് എന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഒത്തിരി ഇഫറൻറ്റ് റീനൽ വെയിൻസ് ആയിട്ടും കാണാം. അത് ബ്രാഞ്ചിങ് ആണ്. റീനൽ വെയിൻസിന്റെ ഓരോ കിഡ്നിയിലുള്ള ബ്രാഞ്ചിങ്ങിനെയാണ് നമ്മൾ ഇഫറൻറ്റ് റീനൽ വെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കിഡ്നിയിലുള്ള ഇഫറൻറ്റ് റീനൽ വെയിൻസും അവിടെയുള്ള അശുദ്ധ രക്തത്തെ എടുക്കുന്നു, അത് റീനൽ വെയിനിലോട്ട് കൊടുക്കുന്നു. റീനൽ വെയിനിലൂടെ അത് പോസ്റ്റ് കേവയിൽ എത്തുന്നു. പോസ്റ്റ് കേവയിലൂടെ അത് സൈനസ് വിനോസിസിൽ എത്തുന്നു. സൈനസ് വിനോസിസിലൂടെ അത് റൈറ്റ് ഓറിക്കിളിലോട്ട് എത്തുന്നു. റൈറ്റ് ഓറിക്കിൾ ആണ് ഈ കാണുന്നത്. റൈറ്റ് ഓറിക്കിളിലേക്ക് എത്തുന്നു. അപ്പൊ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എല്ലാം കൂടി പ്രീ കേവൽ വഴി ആന്റീരിയർ സൈഡിലുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എല്ലാം പ്രീ കേവൽ വഴിയും പോസ്റ്റീരിയർ സൈഡിലുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എല്ലാം പോസ്റ്റ് കേവൽ വഴിയും സൈനസ് വിനോസിസിലേക്കും പിന്നെ അതിനുശേഷം റൈറ്റ് ഓറിക്കിളിലേക്കും എത്തിച്ചേരുന്നു. ഇവിടെ കൊണ്ട് കഴിയുന്നില്ല. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പൊ ഞാൻ പറഞ്ഞു ഇഫറൻറ്റ് റീനൽ വെയിൻസിന്റെ കാര്യം പറഞ്ഞു. കിഡ്നി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൊണാഡിയൽ വെയിൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വെയിൻ. അത് ഗൊണാഡ്സിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ പോസ്റ്റ് കേവയിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഗൊണാഡിയൽ വെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഗൊണാഡിയൽ വെയിൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ലിവറിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു വെയിൻ ഇവിടെ ഉണ്ട്, അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സി, ദിസ് ഈസ് എ ഹെപ്പാറ്റിക് വെയിൻ. ആ പേരിൽ തന്നെയുണ്ട്. ലിവറിലോട്ട് ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്ന, ലിവറിൽ നിന്നുള്ള ബ്ലഡ് പോസ്റ്റ് കേവയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന വെയിനാണ് ഹെപ്പാറ്റിക് വെയിൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി സിസ്റ്റമിക് സിസ്റ്റം. അപ്പൊ ഞാനിപ്പോ പൾമിനറി സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു, സിസ്റ്റമിക് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. ഇനി പറയാനുള്ളത് പോർട്ടൽ സിസ്റ്റത്തെ കുറിച്ചാണ്. ഇപ്പൊ ഞാൻ അതിൽ മാർക്ക് ചെയ്യാത്ത ഭാഗങ്ങളാണ് പോർട്ടൽ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. പോർട്ടൽ സിസ്റ്റം സാധാരണ 2 ഡിവിഷൻ ഉണ്ട്. റീനൽ പോർട്ടൽ സിസ്റ്റവും ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റവും. അതിലും പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. റീനൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ സംതിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു കിഡ്നി. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ സംതിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ലിവർ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് പേരിൽ തന്നെ കിട്ടും. പോർട്ടൽ സിസ്റ്റം 2 ഡിവിഷനായി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, റീനൽ പോർട്ടൽ സിസ്റ്റം ആൻഡ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്ന റീനൽ പോർട്ടൽ സിസ്റ്റത്തെ കുറിച്ചാണ്. റീനൽ പോർട്ടൽ സിസ്റ്റത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ
വാലിന്റെ ഭാഗത്ത് ടെയിൽ റീജിയൻ, ദിസ് ഈസ് എ ടെയിൽ റീജിയൻ, ടെയിൽ റീജിയനിലുള്ള ബ്ലഡ് കിഡ്നിയിലോട്ട് എത്തിച്ചു കൊടുക്കുന്ന സിസ്റ്റമാണ് ഈ പറയുന്ന റീനൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ആണെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ, ഡൈജസ്റ്റീവ് ഓർഗൻസിന്റെ ഉള്ള ബ്ലഡിനെ ലിവറിലോട്ട് എത്തിച്ചു കൊടുക്കുന്ന സിസ്റ്റമാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ ഹെപ്പാറ്റിക് റീജിയൻ ആൻഡ് ദിസ് ഈസ് എ റീനൽ റീജിയൻ. അപ്പൊ റീനൽ റീജിയനെ കുറിച്ച് നോക്കാം, റീനൽ പോർട്ടൽ സിസ്റ്റത്തെ കുറിച്ച് നോക്കാം. ടെയിലുള്ള വീനസ് ബ്ലഡ് അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ അശുദ്ധ രക്തം മുകളിലോട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ വെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡൽ വെയിൻ. വാലുമായി ബന്ധപ്പെട്ട വാക്ക് തന്നെയാണ് കോഡൽ. സോ കോഡൽ വെയിൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ടെയിലുള്ള വീനസ് ബ്ലഡിനെ കിഡ്നിയുടെ ഭാഗത്തോട്ട് കൊണ്ടുപോകുന്നു. സോ ഇറ്റ് റൺ ഫോർവേഡ്സ്, മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ടെയിലിന്റെ ബേസിൽ നിന്ന് എത്തുമ്പോൾ അത് രണ്ടായിട്ട് ബൈഫർക്കേറ്റ് ചെയ്യും. സി യു ക്യാൻ സീ ദ ബൈഫർക്കേഷൻ. ബൈഫർക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ വിളിക്കുന്നത് റീനൽ പോർട്ടൽ വെയിൻ എന്നാണ്. അപ്പൊ രണ്ട് റീനൽ പോർട്ടൽ വെയിൻ ആയിട്ട് അത് ബൈഫർക്കേറ്റ് ചെയ്തു ടെയിലിന്റെ ബേസിൽ വെച്ചിട്ട്. ഓരോ റീനൽ പോർട്ടൽ സിസ്റ്റവും അത് വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ട്. സി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ റീനൽ പോർട്ടൽ സിസ്റ്റം മുന്നോട്ട് പോയി അത് സാധാരണഗതിയിൽ കിഡ്നിയിലേക്ക് പോകുന്നു. മുന്നോട്ട് ഏറ്റവും മുകളിലോട്ട് പോയി കിഡ്നിയിലേക്ക് പോകുന്നുണ്ട് ഒരു ബ്രാഞ്ച്. സി ദിസ് ഈസ് ദ റീനൽ പോർട്ടൽ സിസ്റ്റം വിച്ച് എൻറ്റേഴ്സ് ദി കിഡ്നി. സോ റീനൽ പോർട്ടൽ സിസ്റ്റം കിഡ്നിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും അത് ബ്രാഞ്ച് ചെയ്യും. സോ അത്തരം ബ്രാഞ്ചിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേര് അഫറന്റ് റീനൽസ് എന്നാണ് കേട്ടോ. എഫറന്റ് റീനൽസ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, സിസ്റ്റമിക്കിലാണ് വരുന്നത്. അഫറന്റ് റീനൽസ് എന്ന് പറയുന്നത് പൾമിനറിയിലാണ് വരുന്നത്. ഐ മീൻ പോർട്ടൽ സിസ്റ്റത്തിലാണ് വരുന്നത്, പൾമിനറി അല്ല, പോർട്ടൽ സിസ്റ്റത്തിലാണ് വരുന്നത് അഫറന്റ് റീനൽസ് എന്ന് പറയുന്നത്. അവിടെ ബ്രാഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം അഫറന്റ് റീനൽ എന്താന്ന് വരെ മനസ്സിലായി. ഇനി റീനൽ പോർട്ടൽ സിസ്റ്റം പിന്നീട് കിഡ്നിയിൽ പോവാത്ത ബ്രാഞ്ച്, മറ്റൊരു ബ്രാഞ്ച് ഫോർവേഡ് ആയിട്ട് പോകുന്നുണ്ട് രണ്ട് സൈഡിൽ നിന്ന്. ആ ഫോർവേഡ് ആയിട്ട് പോകുന്ന പോർട്ടൽ വെയിന് നിന്ന് പിന്നീട് എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ പെൽവിക് വെയിൻ ഉണ്ടാവുന്നു. ആ വെയിനിനെ പിന്നീട് പെൽവിക് വെയിൻ എന്നാണ് വിളിക്കുക. സി രണ്ട് സൈഡിലോട്ടും കിഡ്നിയിൽ പോവാത്ത വേറൊരു ബ്രാഞ്ച് രണ്ട് സൈഡിലോട്ടും പോകുന്നുണ്ട്. അതിനെ നമ്മൾ പെൽവിക് വെയിൻസ് എന്നാണ് വിളിക്കുക. ഈ പെൽവിക് വെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. പെൽവിക് വെയിനിലോട്ട് രണ്ട് വെയിനുകൾ ജോയിൻ ചെയ്യാറുണ്ട് രണ്ട് സൈഡിൽ നിന്നും. അത് ഹൈൻ ലിംബിൽ നിന്നാണ് അല്ലെങ്കിൽ പിൻകാലുകളിൽ നിന്നാണ്. ഒന്ന് ഫെമറൽ വെയിൻ, ഒന്ന് സിയാറ്റിക് വെയിൻ. ഓക്കെ, രണ്ട് സൈഡിലും ഉണ്ട് സിയാറ്റിക് വെയിൻ ആൻഡ് ഫെമറൽ വെയിൻ. സോ സിയാറ്റിക് വെയിൻ ആൻഡ് ഫെമറൽ വെയിൻ carries the deoxygenated blood from the hind limb and joins to the pelvic vein which arises from renal portal vein. Renal portal vein തുടങ്ങുന്ന pelvic vein-ലോട്ട് ഫെമറൽ വെയിനും സിയാറ്റിക് വെയിനും പിൻകാലുകളിലുള്ള അശുദ്ധ രക്തത്തെ കൊണ്ടുവരുന്നു. സോ ആ പിൻകാലുകളിലുള്ള അശുദ്ധ രക്തവും കൊണ്ട് ഈ പെൽവിക് വെയിൻ മീതെ പോവാണ്, ഫ്രണ്ടിലോട്ട് പോവാണ്. അത് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് പെൽവിക് വെയിനും ലെഫ്റ്റ് പെൽവിക് വെയിനും ഏകദേശം കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ജോയിൻ ചെയ്തിട്ട് പിന്നെ മറ്റൊരു പേരിലാണ് അത് മുന്നോട്ട് പോവുക, ആന്റീരിയർ അബ്ഡോമിനൽ വെയിൻ. ആന്റീരിയർ അബ്ഡോമിനൽ വെയിൻ എന്ന പേരിൽ മുന്നോട്ട് പോയിട്ട് അത് എൻ്റർ ചെയ്യുന്നത് ലിവറിലോട്ടാണ്. ലിവറിലെത്തി അത് ബ്രാഞ്ച് ചെയ്യും. ഓക്കെ, അവിടെ വെച്ച് അത് എൻഡ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ റീനൽ പോർട്ടൽ സിസ്റ്റം. റീനൽ പോർട്ടൽ സിസ്റ്റം പറയുമ്പോൾ ആദ്യം പറഞ്ഞത് കോഡൽ വെയിൻ മുന്നോട്ട് വരുന്നുണ്ട്, മുന്നോട്ട് വന്നിട്ട് രണ്ട് റീനൽ പോർട്ടൽ വെയിൻ ആയിട്ട് ബ്രാഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആ റീനൽ പോർട്ടൽ വെയിൻ കിഡ്നിക്ക് അകത്തോട്ട് ചെന്ന് അഫറന്റ് റീനൽസ് ആയിട്ട് ബ്രാഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം ടെയിൽ റീജിയനിലെ, കോഡൽ റീജിയനിലെ വീനസ് ബ്ലഡ് അല്ലെങ്കിൽ ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ കിഡ്നിയിൽ എത്തിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ പറയുന്ന റീനൽ പോർട്ടൽ വെയിനിൽ നിന്ന് രണ്ട് സൈഡിലോട്ടും, റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും ഓരോ പെൽവിക് വെയിൻ എമർജ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആ പെൽവിക് വെയിൻ എമർജ് ചെയ്യുമ്പോൾ തന്നെ പിൻകാലുകളിലുള്ള അല്ലെങ്കിൽ ഹൈൻഡ് ലിംസിലുള്ള ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെയും ക്യാരി ചെയ്തിട്ട് ഫെമറൽ വെയിനും സിയാറ്റിക് വെയിനും ഈ പെൽവിക് വെയിനിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. രണ്ട് പെൽവിക് വെയിനിലും, ലെഫ്റ്റിലും റൈറ്റിലും. എന്നിട്ട് ഈ റൈറ്റും ലെഫ്റ്റും പെൽവിക് വെയിൻ മുന്നോട്ട് ചെല്ലുന്നു. ഏകദേശം ഒരു അബ്ഡോമിന്റെ ഭാഗത്ത് എത്തുമ്പോൾ അത് ജോയിൻ ചെയ്യുന്നു, ഫ്യൂസ് ചെയ്തിട്ട് ആന്റീരിയർ അബ്ഡോമിനൽ എന്ന് പറയുന്ന ഒരു വെയിൻ ആയിട്ട് മാറുന്നു. ഈ ആന്റീരിയർ അബ്ഡോമിനൽ വെയിൻ നേരെ
ലിവറിൽ ചെന്ന് അവസാനിക്കുന്നു. ലിവറിൽ ചെന്ന് ബ്രാഞ്ച് ചെയ്യുന്നു, എന്നിട്ട് ബ്ലഡിനെ ലിവറിലോട്ടും കൊടുക്കുന്നു. ഇനി ഒരു സിസ്റ്റം കൂടി പറയാൻ ബാക്കിയുണ്ട്, ദാറ്റ് ഈസ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം പറയുന്നത് വളരെ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അലിമെന്ററി കനാലും അതുമായി അനുബന്ധിച്ചിട്ടുള്ള ഓർഗൻസും, അതായത് പാൻക്രിയാസ്, സ്പ്ലീൻ, ഇത്തരം ഓർഗൻസിൽ നിന്നും ചെറിയ ചെറിയ വെയിൻസ് എമർജ് ചെയ്യുന്നു. സി, അതിനെല്ലാം കൂടി റെപ്രസെന്റ് ചെയ്യുന്ന ഭാഗമാണ് ഈ ഡൈജസ്റ്റീവ് ഓർഗൻസിനെ എല്ലാം കൂടി റെപ്രസെന്റ് ചെയ്യുന്ന, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒത്തിരി കൊച്ചു കൊച്ചു വെയിൻസ് എമർജ് ചെയ്യുന്നു. ആ വെയിൻസ് എല്ലാം കൂടി യുണൈറ്റ് ചെയ്തിട്ട് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ആയിട്ട് മാറുന്നു. സി, ദിസ് ഇസ് ദ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ആൻഡ് ഇറ്റ് ട്രാവൽസ് ടു ദി ലിവർ. ലിവറിലോട്ട് പോകുന്നു. ലിവറിലോട്ട് പോയി ഒത്തിരി ബ്രാഞ്ചസ് ആവുന്നു. അങ്ങനെ ആ ലിവറിലോട്ട് പോയി ഒത്തിരി ബ്രാഞ്ചസ് ആയി കഴിഞ്ഞാൽ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എല്ലാം ലിവറിലെത്തുന്നു. ലിവറിലെത്തുന്ന ബ്ലഡിനെ പിന്നീട് ഹെപ്പാറ്റിക് വെയിൻ, ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ്, നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, സിസ്റ്റമിക് ആയിട്ടുള്ള സിസ്റ്റത്തിലുള്ള പാർട്ടാണ്. ഹെപ്പാറ്റിക് വെയിൻ എടുത്തിട്ട് നേരെ പോസ്റ്റ് കേബിൾ വഴി സൈനസ് വെനോസിസിലോട്ടും സൈനസ് വെനോസിസിൽ നിന്ന് റൈറ്റ് ഓറിക്കിളിലോട്ടും അയക്കുന്നു. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞത് 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. വൺ ഈസ് ദ പൾമിനറി സിസ്റ്റം. ദിസ് ഈസ് ദ പൾമിനറി സിസ്റ്റം. സെക്കൻഡ് വൺ ഈസ് ദ, എന്താ പറഞ്ഞത്, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞത് സിസ്റ്റമിക് സിസ്റ്റം. സിസ്റ്റമിക് സിസ്റ്റത്തെ കുറിച്ചാണ് പിന്നീട് പറഞ്ഞത്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഈസ് ദ പോർട്ടൽ സിസ്റ്റം. പോർട്ടൽ സിസ്റ്റത്തിൽ 2 സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു, റീനൽ പോർട്ടൽ സിസ്റ്റം ആൻഡ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് വീനസ് സിസ്റ്റത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്.